ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ അപ്പൊ അയ്യോ എന്റെ മോള് എന്തോ മാരക രോഗം കണക്കാ പ്രഗ്നൻസിയെ കാണുന്നത് ഇപ്പൊ. എടാ ഇത് ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ അഖിൽ കോട്ടാത്തല പറഞ്ഞ ഈ സംഭവം എല്ലാവരും ശ്രദ്ധിച്ചാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായ സംഭവമാണ്. പക്ഷെ ഇവനൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇതിന്റെ ആ ഒരു സ്റ്റേജുകൾ മാറി മാറി വരുന്നത്. ഇവന്റെ ഭാര്യയോടോ ഇവന്റെ അമ്മോട് ചോദിച്ചാൽ മതി സുഖമാണോ അല്ലയോ എന്നൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവൻ ചോദിച്ചില്ല. ഭാര്യനെ എപ്പോഴും കളിയാക്കാൻ മാത്രമുള്ള അവൻ ആ പെണ്ണിനെ ഉപയോഗിക്കുന്നത് ഭാവം വെച്ച് അതിനെ എപ്പോഴും കളിയാക്കാൻ മാത്രമേ ഉള്ളൂ. അതിനോടൊന്ന് സ്നേഹമായിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ അത് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ അവൻ നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ചെന്നാൽ മതി. ഗൈനക്കോളജി വാർഡിലോട്ട് ഒന്ന് ചെന്ന് നോക്കണം. അവിടുത്തെ അവസ്ഥകൾ എന്നാൽ അവന് മനസ്സിലാവുള്ളൂ. ഇപ്പം പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇവനിതൊന്നും അറിയുന്നില്ലല്ലോ. ഇവനിങ്ങനെ നടക്കുകയല്ലേ, അവനൊന്നും അറിയുന്നില്ല. അതാണ് അതിന്റെ കാര്യം. ചുമ്മാ കുറച്ച് പെണ്ണുങ്ങളെയും കളിയാക്കുവാണേ അവനൊരു രസം. കുറച്ച് 10 പേര് ശ്രദ്ധിക്കണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അല്ലെ വേറൊന്നുമില്ല. ഈ ഒരു പ്രസ്താവനയിലൂടെ കുറച്ച് ആളുകൾ അവനെ കളിയാക്കാനായാലും വന്ന് അങ്ങനെ അവനെങ്ങനെ നിറഞ്ഞേക്കണം. അതിനുവേണ്ടി ഇത്ര മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.